നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഉത്തരം ഉറപ്പിച്ച് BJP. സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തെ നിലംപരിശാക്കി UP-യിൽ BJP സർക്കാർ അധികാരത്തിൽ. രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തിയും എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവച്ചും BJP നേടിയത് 3-2 ഭൂരിപക്ഷം. കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും നടത്തിയ പ്രചരണ തന്ത്രങ്ങൾ പൊളിഞ്ഞതിന്റെ അമ്പരപ്പിൽ SP-യും കോൺഗ്രസും. 298 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തിയപ്പോൾ സമാജ്വാദി കോൺഗ്രസ് സഖ്യം ഒതുങ്ങിയത് 75 സീറ്റ്. സംസ്ഥാനത്ത് താമരയുടെ മടങ്ങിവരവ് 14 വർഷത്തിനു ശേഷം. നോട്ട് അസാധുവാക്കലും വർഗീയ പരാമർശങ്ങളും ലീഡ് നിലയിൽ ചലനമുണ്ടാക്കാതിരുന്നപ്പോൾ വമ്പൻ ജയത്തിന്റെ ക്രെഡിറ്റ് മോദിക്ക് സമ്മാനിച്ച് BJP. അതേസമയം രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും അട്ടിമറിക്കും വേദിയായ ഉത്തരാഖണ്ഡിലും BJPക്ക് കേവല ഭൂരിപക്ഷം. 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് 51-ഉം കോൺഗ്രസിന് 15-ഉം സീറ്റുകൾ. ഭരണത്തിനായി സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയ കോൺഗ്രസ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന് തെരഞ്ഞെടുപ്പ് നൽകിയത് കനത്ത തിരിച്ചടി. നൽകിയ ജനവിധി. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ച് 5 സംസ്ഥാനങ്ങളിലെ ജനവിധി. മണിപ്പൂർ ഒഴികെ പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും UP-യിലും ഭരണപക്ഷത്തിന് ദയനീയ തോൽവി. അകാലിദൾ BJP സഖ്യത്തെ മടക്കി പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ. ആം ആദ്മിക്ക് 3-ാം സ്ഥാനം. ഗോവയിൽ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറിന് പരാജയം. മണിപ്പൂരിൽ കോൺഗ്രസും BJP-യും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആദ്യമായി തെരഞ്ഞെടുപ്പിനിറങ്ങിയ വിപ്ലവ നായക ഇറോം ശർമിളയ്ക്കും തോൽവി. പഞ്ചാബിൽ പരാജയം സമ്മതിച്ച് BJP നേതൃത്വം. ആരാകും അടുത്തയാൾ? സുധീരന്റെ രാജ്യപ്രഖ്യാപനം നൽകിയ ആഘാതം കടന്ന് അധ്യക്ഷ പദവിയിലെ അനന്തര സാധ്യതകളിൽ അഭ്യൂഹങ്ങൾ വേണ്ടത്ര. താൽക്കാലിക ചുമതല വൈസ് പ്രസിഡന്റുമാരിൽ ആർക്കാകുമെന്നതിൽ അനിശ്ചിതത്വം. പ്രതിപക്ഷ നേതൃസ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ A ഗ്രൂപ്പിൽ നിന്ന് MM ഹസന് കൂടുതൽ സാധ്യത. താൽക്കാലിക ചുമതലക്കാരനായി VD സതീഷിന്റെ പേരും വാർത്തകളിൽ. സുധീരൻ ഒഴിഞ്ഞ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിന് മുൻതൂക്കം. എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് താനില്ലെന്ന് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. PT തോമസ് മുതൽ KV തോമസ് വരെയുള്ളവർക്ക് പുറമെ VD സതീശനും സാധ്യത. പൊങ്കാലയുടെ പ്രാർത്ഥനാപുരം. പൊങ്കാലയുടെ പുണ്യദീപ്തിയിൽ അനന്തപുരി. ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹത്തിന് കലശങ്ങളിൽ ഹൃദയാർച്ചനയുമായി സ്ത്രീലക്ഷങ്ങൾ. നഗരത്തെ യാഗഭൂമിയാക്കി പൊങ്കാല അടുപ്പുകളിൽ അഗ്നി തുടിച്ചത് രാവിലെ 10:45 പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ. നിവേദ്യം ഉച്ചകഴിഞ്ഞ് 2:15. അനുഗ്രഹദായിനിയായ ദേവിയുടെ കൃപാകടാക്ഷം തേടി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യദേശങ്ങളിൽ നിന്നു പോലും എത്തിയത് ആയിരങ്ങൾ. ശരണമന്ത്ര ദീപ്തിയിൽ പൊങ്കാലക്കലങ്ങളിൽ തൂവുന്നത് ആഗ്രഹാർത്ഥനകൾ. ഉരുകുന്ന ചൂടിൽ ആത്മാർപ്പണത്തിന്റെ ധന്യതയറിഞ്ഞ് പ്രാർത്ഥനകളുടെ പെൺമനം. മരണം ബാക്കി വെച്ച സത്യങ്ങൾ. പാലക്കാട് വാളയാറിൽ സഹോദരിമാരുടെ ദുരൂഹ മരണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ്. ഇതുവരെ അറസ്റ്റിലായ 4 പേർക്ക് പുറമെ കസ്റ്റഡിയിലുള്ള 3 പേർക്ക് കൂടി കുരുക്കുമുറുകും. സംഭവത്തിൽ ഇന്നലെ അറസ്റ്റിലായത് കുട്ടികളുടെ അമ്മയുടെ ബന്ധു മധുവും ട്യൂഷൻ അധ്യാപകൻ പ്രദീപ് കുമാറും. റിമാൻഡിലായ 4 പ്രതികളും പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പതിവായി ഉപദ്രവിച്ചിരുന്നതായി പോലീസ്. കുട്ടികളുടെ കൂടുതൽ ബന്ധുക്കൾ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണം. നിരീക്ഷണത്തിലുള്ള ഉറ്റ ബന്ധുക്കളിൽ ചിലർ കൂടി കസ്റ്റഡിയിലായേക്കും. ആലപ്പുഴ ചേർത്തല സ്വദേശിയായ പ്രദീപ് കുമാർ പെൺകുട്ടികളെ പീഡിപ്പിച്ചത് ട്യൂഷൻ പഠിപ്പിക്കുന്നതിനിടെ. ബന്ധുക്കളായ യുവാക്കൾ പീഡിപ്പിക്കുന്ന വിവരം കുട്ടികൾ വീട്ടുകാരോട് പറഞ്ഞിട്ടും തടയാൻ കഴിയാഞ്ഞത് വിചിത്രമെന്ന് പോലീസ്. പിടിയിലായ 4 പ്രതികൾക്കുമെതിരെ പോക്സോ ഉൾപ്പെടെ കടുത്ത വകുപ്പുകൾ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.